നമസ്കാരം ഹരികുമാർ സർ. ഈ കഴിഞ്ഞ ദിവസം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ ശശി തരൂർ പുകഴ്ത്തിയിരുന്നല്ലോ. ഈ റഷ്യ യുക്രൈൻ യുദ്ധം തുടങ്ങിയ സമയത്ത് താനെടുത്ത നിലപാട് മണ്ടത്തരമായി പോയി എന്ന് തരൂർ പറഞ്ഞിരുന്നു. പക്ഷെ അതിനപ്പുറത്തേക്ക് ചർച്ച ചെയ്യാതെ പോയ ഒരു വിഷയം എന്താണെന്ന് വെച്ചാൽ റഷ്യ യുക്രൈൻ സമാധാന പാലനത്തിന് നമ്മുടെ ഇന്ത്യൻ പീസ് കീപ്പിംഗ് ഫോഴ്സിന്റെ ആവശ്യകത അല്ലെങ്കിൽ അതിന്റെ പ്രാധാന്യം എന്നുള്ളതാണ്. അങ്ങനെ നോക്കുമ്പോൾ നമ്മുടെ രാജ്യം മാറുന്ന ഒരു സാഹചര്യം, നമ്മുടെ രാജ്യത്തിന്റെ പ്രസക്തി എത്രത്തോളം ഉണ്ട് എന്നുള്ളതൊക്കെ ചർച്ചയാവേണ്ടതുണ്ട്. സാറിന് ഇതിൽ എന്താണ് പറയാനുള്ളത്? ഇക്കഴിഞ്ഞ ദിവസം റെയ്സിന ഡയലോഗ് എന്ന ഒരു സമിറ്റിൽ വെച്ചിട്ടാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ വളരെ അകമഴിഞ്ഞ് പ്രതിപക്ഷത്തെ കോൺഗ്രസിലെ പ്രമുഖ നേതാവായ ശശി തരൂർ പുകഴ്ത്തിയത്. ശരിക്കു പറഞ്ഞാൽ അദ്ദേഹം ഈ പുകഴ്ത്തിയപ്പോൾ ഇത് കോൺഗ്രസിൽ ഉണ്ടാക്കുന്ന പ്രത്യാഘാതങ്ങളെ കുറിച്ച് മാത്രമാണ് മാധ്യമ ചർച്ചകളെല്ലാം നടന്നത്. പക്ഷെ വളരെ സുപ്രധാനമായിട്ടുള്ള, അതായത് ഇന്ത്യയുടെ ഭാവിയിൽ ലോക ജിയോ പൊളിറ്റിക്സിൽ എന്തായിരിക്കണം ഇന്ത്യയുടെ റോൾ എന്നുള്ളതിനെ കുറിച്ച് വളരെ ശ്രദ്ധേയമായ ഒരു നിർദ്ദേശം ശശി തരൂർ റെയ്സിന ഹിൽസ് ഡയലോഗിൽ വെച്ച് മുന്നോട്ട് വെച്ചു. ആ നിർദ്ദേശം പ്രകാരം ഇപ്പോ റഷ്യ യുക്രൈൻ യുദ്ധം തൽക്കാലത്തേക്ക് ഒരു ചെറിയ വെടിനിർത്തലിൽ എത്തി നിൽക്കുകയാണ്. അത് സ്ഥിരമായ ഒരു വെടിനിർത്തലിലേക്ക് പോകാനുള്ള സാധ്യതയുണ്ട്. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഈ വിഷയത്തിൽ ഇടപെട്ടിട്ടുണ്ട്. പുടിനും അതുപോലെ തന്നെ യുക്രൈൻ പ്രസിഡന്റ് സെലൻസ്കിയുമായിട്ട് സംസാരിച്ചു കഴിഞ്ഞു അദ്ദേഹം. അപ്പോൾ ഈ സാഹചര്യത്തിൽ ശശി തരൂർ വളരെ ശ്രദ്ധേയമായ ഒരു നിർദ്ദേശം മുന്നോട്ട് വെച്ചു. റഷ്യ യുക്രൈൻ അതിർത്തിയിൽ സമാധാനം കാക്കാനായി ഇന്ത്യൻ സമാധാന പാലന സേന എന്തുകൊണ്ടായിക്കൂടാ എന്നൊരു ചോദ്യം ശശി തരൂർ റെയ്സിന ഹിൽസ് ഡയലോഗിൽ ഉന്നയിച്ചു. ഈ ചോദ്യത്തെ ഈ ഡയലോഗിൽ സന്നിഹിതനായിരുന്ന, ആ ഡയലോഗിൽ പങ്കെടുത്ത മുൻ ഓസ്ട്രേലിയൻ പ്രധാനമന്ത്രി ടോണി ആബട്ട് പിന്താങ്ങി. അതാണ് വളരെ ശ്രദ്ധേയമായിട്ടുള്ള ഒരു വസ്തുത. നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഈ റെയ്സിന ഡയലോഗിൽ വളരെ വളരെ പ്രമുഖരായ പല പാശ്ചാത്യ വ്യക്തികളും ആ റെയ്സിന ഡയലോഗിൽ ഉണ്ടായിരുന്നു. ഇപ്പൊ ഉദാഹരണത്തിന് US-ന്റെ ഇൻഡോ പസഫിക് നേവൽ ഫ്ലീറ്റിന്റെ തലവൻ, അദ്ദേഹവും ആ റെയ്സിന ഹിൽസ് ഡയലോഗിൽ ഉണ്ടായിരുന്നു. അത് വളരെ സുപ്രധാനമായിട്ടുള്ള ഒരു തന്ത്രപ്രധാനമായിട്ടുള്ള ഒരു സമ്മേളനമായിരുന്നു റെയ്സിന ഹിൽസ് ഡയലോഗ്. ഈ ഡയലോഗിൽ വെച്ച് ശശി തരൂർ ഇത് പറയുമ്പോൾ അതിന്റെ ഒരു പ്രാധാന്യം എന്ന് പറയുന്നത്, ഇത് ആദ്യമായിട്ടല്ല ഇങ്ങനൊരു നിർദ്ദേശം വരുന്നത്. പല പാശ്ചാത്യ ലോകത്തെ പലരും ഈ ഒരു നിർദ്ദേശം ഇതിനകം തന്നെ മുന്നോട്ട് വെച്ചിട്ടുണ്ട്. ഇതിന്റെ ഒരു പ്രസക്തി എന്ന് പറയുന്നത്, റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ അർത്ഥശങ്കയ്ക്കിടയില്ലാത്ത വിധം ഒരു കാര്യം വ്യക്തമാക്കിയിട്ടുണ്ട്. അതായത് നാറ്റോയുടെ നേതൃത്വത്തിലുള്ള ഒരു സമാധാന പാലന സേന, പീസ് കീപ്പിംഗ് ഫോഴ്സ് ഒരു കാരണവശാലും താൻ അംഗീകരിക്കില്ല എന്ന് വ്ളാഡിമിർ പുടിൻ വ്യക്തമാക്കി. പിന്നെ ആരാണ് അവിടെ സമാധാന പാലനം ഉറപ്പാക്കേണ്ടത്? എന്തായാലും അമേരിക്കൻ സൈന്യം റഷ്യയുടെയും യുക്രൈന്റെയും അതിർത്തി കാക്കാനായിട്ട് എത്തും എന്ന് ഒരിക്കലും കരുതണ്ട. അത് നടക്കുന്ന കാര്യവുമല്ല. ചൈനീസ് സൈന്യവും അവിടെ വരില്ല. അപ്പോ ഇതിന് ഒരേ ഒരു സാധ്യത എന്ന് പറയുന്നത്, റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനെയും അതുപോലെ തന്നെ സെലൻസ്കിയെയും ഒരേപോലെ സ്നേഹത്തോടെ ആശ്ലേഷം ചെയ്യാൻ കഴിവുള്ള നേതാവ് എന്ന് ശ്രീ ശശി തരൂർ വിശേഷിപ്പിച്ച പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഈ വിഷയത്തിൽ മുൻകൈ എടുക്കുക എന്നുള്ളതാണ്. കുറച്ചു നാളായിട്ട് അമേരിക്ക ആവശ്യപ്പെടുന്നുണ്ട്, ഇന്ത്യ ലോകത്തിലെ സമാധാന പാലന പ്രവർത്തനങ്ങളിൽ ഇന്ത്യ മുൻകൈ എടുക്കുക, ഇന്ത്യ കുറച്ചുകൂടെ സജീവമായ പങ്കാളിത്തം വേണമെന്ന് പറഞ്ഞിട്ടുണ്ട്. ശരിക്കു പറഞ്ഞാൽ ഇറാഖിലും അഫ്ഗാനിസ്ഥാനിലും ഇന്ത്യൻ സേനയുടെ സാന്നിധ്യം അമേരിക്ക ക്ഷണിച്ചിരുന്നു. പക്ഷെ ചില തന്ത്രപ്രധാനമായ കാരണങ്ങളാൽ ഇന്ത്യ അതിൽ നിന്ന് ഒഴിഞ്ഞു നിന്നിരുന്നു. പക്ഷെ എനിക്ക് തോന്നുന്നത് ഈ ഒരു നിർദ്ദേശം, അതായത് റഷ്യ യുക്രൈൻ അതിർത്തിയിലെ സമാധാന പാലനത്തിനായി ഇന്ത്യൻ സമാധാന പാലന സേനയെ അയക്കും എന്ന് തന്നെയാണ് ഞാൻ ഇപ്പോഴുള്ള ലോക നേതാക്കളുടെ അഭിപ്രായത്തിൽ നിന്നും അതുപോലെ തന്നെ ലോകത്തിലെ എല്ലാ രാഷ്ട്രങ്ങളുടെയും ഒരു അഭിപ്രായ പ്രകടനങ്ങളിൽ നിന്നും നമ്മൾ മനസ്സിലാക്കേണ്ടത്. എനിക്ക് തോന്നുന്നത് ശശി തരൂർ ഇവിടെ വളരെ ബുദ്ധിപൂർവമാണ് ആ അഭിപ്രായം പറഞ്ഞത്. കാരണം അവിടെ സന്നിഹിതരായിരിക്കുന്ന പാശ്ചാത്യ നേതാക്കന്മാരുടെ ശ്രദ്ധയിലേക്കും അവരുടെ അഭിപ്രായം അറിയാനും കൂടി വേണ്ടിയായിരിക്കും ശശി തരൂർ ഈ ഒരു വിഷയം അവിടെ അവതരിപ്പിച്ചത്. പക്ഷെ ദൗർഭാഗ്യവശാൽ ഭാരതത്തിലെ മാധ്യമങ്ങൾ ഇത് ശശി തരൂരും
പിന്നെ രാഹുൽ ഗാന്ധി അല്ലെ കോൺഗ്രസിനുള്ളിൽ ശശി തരൂരിന്റെ ഒരു റിബൽ പ്രവർത്തനങ്ങളുടെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമായിട്ട് അങ്ങനെ ഉള്ള ഒരു വ്യാഖ്യാനമാണ് നമ്മുടെ മാധ്യമങ്ങളിൽ നിന്നും ഇതിനുണ്ടായത്. പക്ഷെ അതിനൊക്കെ വളരെ അപ്പുറം ഒരു തന്ത്രപ്രധാനമായ ഒരു നീക്കമാണ് ശശി തരൂർ അവിടെ നടത്തിയത്. ഒരുപക്ഷെ എനിക്ക് തോന്നുന്നു പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ തന്നെ മൗനസമ്മതത്തോടു കൂടിയിട്ട് തന്നെ ആവണം. ഇത് മോഡി അറിയാതൊന്നും ശശി തരൂർ അവിടെ പറയുമെന്ന് ഞാൻ കരുതുന്നില്ല. പിന്നെ ശശി തരൂരിനെതിരെ ഉയർന്നു വരുന്ന ആരോപണങ്ങളിൽ ആ ഒരു അർത്ഥത്തിൽ നോക്കിയാൽ ചിലപ്പോൾ ശരിയാവാം. പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ശശി തരൂർ കൺസിസ്റ്റന്റ് ആയിട്ട് വളരെ നാളുകളായിട്ട് അദ്ദേഹം വിദേശ നയങ്ങളിൽ, വിദേശ കാര്യങ്ങളിൽ പലപ്പോഴും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ അദ്ദേഹം പ്രശംസിക്കാറുണ്ടായിരുന്നു. ഈ ഇപ്പോൾ റൈസിന ഹിൽസ് ഡയലോഗിന് തൊട്ടു മുമ്പ് അദ്ദേഹം ഒരു പിന്നെ വലിയ പ്രശംസ മോഡിയുടെ മേൽ ചൊരിഞ്ഞു. അത് ഫ്രാൻസിലും US-ലും മോഡി സന്ദർശനം നടത്തിയിട്ട് തിരികെ വന്നപ്പോൾ ആ സന്ദർശനങ്ങളുടെ വിജയത്തെക്കുറിച്ചാണ് ശശി തരൂര് അത് ആ വിജയത്തിനാണ് ശശി തരൂർ ശ്രീ നരേന്ദ്രമോദിയെ അഭിനന്ദിച്ചത്. എന്തായാലും ശരി, അതോടൊപ്പം ഇതും കൂടെ കൂട്ടിച്ചേർത്ത് വായിച്ചിട്ടായിരിക്കാം നമ്മുടെ നാട്ടിലെ മാധ്യമങ്ങൾ ഇവിടെ പിന്നെ ഇതൊരു കോൺഗ്രസിനുള്ളിലെ ഒരു റിബൽ പ്രവർത്തനമായിട്ട് വ്യാഖ്യാനിക്കുകയും, ദൗർഭാഗ്യവശാൽ എനിക്ക് തോന്നുന്നു നമ്മുടെ പ്രേമചന്ദ്രനെ പോലുള്ള MP-മാർ പോലും ഇതിന്റെ ഒരു ആഴം കണ്ടെത്താൻ അവർക്ക് കഴിഞ്ഞില്ല എന്നുള്ളത് അത് നമ്മളെ ശരിക്കും പറഞ്ഞാൽ അത് ദുഃഖിപ്പിക്കുന്നു. കാരണം ഈ മാറുന്ന ലോകക്രമത്തിൽ ഇന്ത്യയുടെ ഒരു പങ്ക് എന്തായിരിക്കും എന്നുള്ളതാണ് ഈ ഒരു ശശി തരൂരിന്റെ ഈ ഒരു നിർദ്ദേശത്തിൽ നിന്നും നമുക്ക് മുന്നോട്ട് വന്ന ഒരു കാര്യം എന്ന് പറയുന്നത്. മാറുന്ന ലോകക്രമത്തിൽ ഇന്ത്യ ഇനിയും ഒരു നിശബ്ദമായ ഒരു കാഴ്ചക്കാരന്റെ റോൾ അല്ല ഇന്ത്യക്ക്. ഇന്ത്യ സജീവമായി പല വിഷയങ്ങളിലും പങ്കെടുക്കുകയും അതുപോലെ തന്നെ ലോക സമാധാനം നിലനിർത്തുന്നതിനുള്ള വളരെ ക്രിയാത്മകമായ പങ്ക് വഹിക്കുകയും ചെയ്യാൻ പോകുന്ന ഒരു രാഷ്ട്രമായി ഇന്ത്യ മാറിക്കൊണ്ടിരിക്കുകയാണ്. അതിന്റെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമാണ്. കാരണം ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ശശി തരൂർ തന്നെ അത് പറഞ്ഞിട്ടുണ്ട്, ഏതാണ്ട് 50ഓളം സമാധാന പാലന പരിശ്രമങ്ങളിൽ വളരെ മുൻതൂക്കം നേടിയ ഒരു രാജ്യമാണ് ഇന്ത്യ. അത് കൃത്യമായിട്ട് പറഞ്ഞാൽ 49 സമാധാന പാലന മിഷനുകളെ ഇന്ത്യ ആയിരുന്നു നയിച്ചത്. അപ്പൊ അങ്ങനെയുള്ള ഒരു രാഷ്ട്രത്തിന് വളരെ കൃത്യമായിട്ട് എങ്ങനെയാണ്, ഏതറ്റം വരെയാണ് ഒരു സമാധാന പാലന സേനയ്ക്ക് മുന്നോട്ട് പോകാൻ കഴിയും, ഏതറ്റം എന്തൊക്കെയാണ് അവർക്ക് ചെയ്യാൻ കഴിയുന്നത്, ഇക്കാര്യത്തിലൊക്കെ വളരെ കൃത്യമായിട്ടുള്ള പരിചയസമ്പത്തും അതുപോലെ തന്നെ പിന്നെ ഡിപ്ലോമാറ്റിക് ആയിട്ടുള്ള കരുത്തും ഉള്ള ഒരു രാജ്യമാണ് നമ്മൾ. ഇന്ത്യ റഷ്യ ബന്ധം എന്ന് പറയുന്നത് കാലത്തിന്റെ ഒരു വെല്ലുവിളികളെ അതിജീവിച്ച ഒരു ബന്ധമാണ്. ഇവിടെ നമ്മൾ ഇന്ത്യൻ സമാധാന പാലന സേന റഷ്യയുടെയും യുക്രൈന്റെയും മധ്യേ നിൽക്കുമ്പോൾ ഇരു രാജ്യങ്ങളും അതിനെ ലംഘിച്ചുകൊണ്ട് അവിടെ ആക്രമണങ്ങൾ നടത്താൻ മുതിരാൻ ഒരിക്കലും സാധ്യതയില്ല. കാരണം ഇന്ത്യയുടെ സാന്നിധ്യം ഒരിക്കലും റഷ്യയുടെ പരമാധികാരത്തെ അല്ലെങ്കിൽ റഷ്യക്ക് ഭാവിയിൽ ഒരു ഭീഷണി ഉയർത്തുന്ന പ്രവർത്തനങ്ങൾക്ക് സഹകരിക്കുന്ന ഒരു രാഷ്ട്രമായിരിക്കില്ല ഇന്ത്യ എന്ന് വ്ളാഡിമിർ പുടിന് 100% ഉറപ്പുണ്ടാവും. അതുപോലെ തന്നെ റഷ്യയുടെ മേൽ സ്വാധീനം ചെലുത്താൻ കഴിയുന്ന ലോകത്തെ തന്നെ അപൂർവം വ്യക്തികളിൽ ഒരാളാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി എന്നുള്ളത് യുക്രൈൻ നേതാവായ സെലൻസ്കിക്കും വളരെ വ്യക്തവും കൃത്യവുമായിട്ട് ബോധ്യമുള്ള ഒരു വിഷയമാണ്. അപ്പോൾ ഇരു രാഷ്ട്രങ്ങൾക്കും സഹായവും ഇരു രാഷ്ട്രങ്ങളുടെയും നന്മയ്ക്കും ഇരു രാഷ്ട്രങ്ങളുടെയും സുരക്ഷയ്ക്കും ഇതുതന്നെ ആയിരിക്കും ഏറ്റവും അഭികാമ്യം എന്നുള്ള വിഷയത്തിൽ ഇരു കൂട്ടർക്കും ഒരു സംശയവും ഉണ്ടാവാനിടയില്ല. എന്തായാലും ശരി, വരുന്ന ദിവസങ്ങളിൽ എനിക്ക് തോന്നുന്നു ഇത് വളരെ ഗൗരവമായി അന്താരാഷ്ട്ര തലത്തിൽ ചർച്ച ചെയ്യപ്പെടും. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഒരു നയതന്ത്ര വിജയം തന്നെ ആയിരിക്കും അത്. ഇന്ത്യയുടെ മാറുന്ന ലോകക്രമത്തിൽ ഇന്ത്യയുടെ ഉയർന്ന ഒരു പദവി ഇതിലൂടെ വ്യക്തമായി ലോകം തന്നെ അംഗീകരിക്കുന്ന ഒരു സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ എത്തും. എന്തായാലും അത് പ്രകടിപ്പിച്ച ശശി തരൂർ, എനിക്ക് തോന്നുന്നു അദ്ദേഹത്തിന്റെ ഒരു ഡിപ്ലോമാറ്റിക് ജീവിതത്തിൽ ഒരു പുതിയ അധ്യായം തന്നെ തുറന്നിരിക്കുകയാണ്. എന്തായാലും വരുന്ന ദിവസങ്ങളിൽ നമുക്ക് പുതിയ നീക്കങ്ങൾ ഉണ്ടാകും എന്ന് തന്നെ ഉറപ്പാണ്. ഇതാണ് എനിക്ക് പറയാനുള്ളത്.
കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽബട്ടനും അമർത്തുക.